ഒപ്പം ഇനി ജെൻസന്റെ ഓർമ്മകൾ മാത്രം. അവളെ തനിച്ചാക്കി പ്രിയപ്പെട്ടവൻ യാത്രയായി. രാവിലെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. തുടർന്ന് ശ്രുതിയെ കാണിക്കാൻ കൽപ്പറ്റ ലിയോ ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിച്ചു. അവിടെ സ്ട്രക്ചറിൽ കിടന്ന് ശ്രുതി അവസാനമായി തൻ്റെ പ്രിയപ്പെട്ടവനെ കണ്ടു. ഉച്ചയ്ക്ക് ശേഷം സ്വന്തം നാടായ ആണ്ടൂരിൽ പൊതുദർശനം. നൂറുകണക്കിന് ആളുകളാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത്. മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോഴും കരളലിയിക്കുന്ന രംഗങ്ങൾ. വീട്ടിലെ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്കൊടുവിൽ ആണ്ടൂർ നിത്യസഹായമാതാ പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. ചൊവ്വാഴ്ച വൈകിട്ട് കൽപ്പറ്റ വെള്ളാരംകുന്നിലുണ്ടായ വാഹനാപകടത്തിലാണ് ജെൻസന് ഗുരുതരമായി പരിക്കേറ്റത്. തലയിലെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഇന്നലെ രാത്രി 8:55 മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്.